ഇതെങ്കിലും ഒച്ചത്തിൽ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഹാപ്പി. ഏറ്റവും ഒച്ചയിൽ പറ കേക്കട്ടെ. എത്ര ഒച്ച നിന്റെ ശബ്ദം പോകുന്നു? അക്ഷരസ്ഫുടതയോടെ പറയണം. ഹാപ്പി. കാര്യം ബിഗ് ബോസിൽ ആകെ വേണ്ടത് സൗണ്ട് ആണ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സൗണ്ട് കുറഞ്ഞാൽ എന്താ, ടാസ്കിൽ മുന്നേറിയില്ലേ? അത് കാര്യമില്ല, ഒരു ടാസ്കും ജയിച്ചിട്ടില്ല, ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നു. അത് കാര്യമില്ല. ബിഗ് ബോസ് ജയിച്ചു, MLA സ്ഥാനം തോറ്റു. ബിഗ് ബോസ് ജയിച്ചു, MLA സ്ഥാനം തോറ്റു. ഇതൊക്കെ നടക്കാം. വേണ്ടായിരുന്നു. എപ്പോഴും എന്റെ അഭിപ്രായം ഞാൻ മുമ്പോട്ട് വെക്കാറുണ്ട്. അത് ആരുടെയും മുഖം നോക്കിയോ അല്ലെങ്കിൽ അവരെ പാമ്പർ ചെയ്തിട്ടോ അങ്ങനെയൊന്നല്ല. നേരെ വാ നേരെ പോകുന്നൊരു ലൈനാണ് നമുക്കുള്ളത്. എന്റെ ശക്തമായ നിലപാടുകൾ ഞാൻ എപ്പോഴും എന്റെ സ്റ്റാൻഡ് അവിടെ തന്നെ വെക്കാറുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. അവൻ മാരാരെ കുത്തി പറഞ്ഞാണോ എന്നൊരു സംശയം. ഞാൻ എന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. നിലപാട് പറയാനുള്ളതാണ്, നിലപാടുകൾ തുറന്നു തന്നെ പറയും. എന്നിട്ട് ഒരുമാതിരി ഇരട്ടപ്പേര് വിളിക്കുന്ന പോലെ മാരാരെ ഇവൻ വിളിക്കുന്നത്. എന്റെ സ്റ്റാൻഡ്, ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ്, നിലപാട്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? നിലപാട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്തിട്ട് ആൾക്കാർ സംസാരിക്കുന്നത്. ചിരിക്കണ്ട. നിലപാട് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് നിലപാടെന്നാണ്. എന്താണ് നിലപാട് എന്ന നിലപാട് വെറുതെ അതല്ല പുലിപാല് പിടിക്കരുതെന്ന്. ഒരു കാര്യത്തിൽ നമുക്ക് തോന്നുന്ന സ്റ്റാൻഡ്, നമുക്ക് തോന്നുന്ന കാര്യം അത് ഉറച്ച് പറഞ്ഞ് വടി കൊടുത്ത് അടി മേടിച്ചില്ല നിനക്ക് ഉറക്കം വരില്ലല്ലേ. ലൈക്ക് നമ്മളുടെ ഒരു നിലപാട് അവിടെ എടുക്കുന്നു. അതെന്താണെന്നാ ചോദിച്ചത്. വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡ്, വാട്ട് യു മീൻ ബൈ ഒപ്പീനിയൻ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നിലപാടെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് സത്യത്തിനൊപ്പമാണെങ്കിൽ അത് നമ്മുടേത്. എന്നിട്ട് അതല്ല തെറ്റിനൊപ്പമാണെങ്കിൽ തെറ്റ്. അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. മനോഹരം, ഗംഭീരം. മഹാരാജയ്ക്ക് ശരിക്കും എന്തൊരു പറ്റി. നമ്മൾ എടുക്കുന്ന നിലപാട് സത്യത്തിനൊപ്പമാണെങ്കിൽ അത് നമ്മുടേത്, തെറ്റാണെങ്കിൽ അത് തെറ്റ്. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. മെന്റൽ ഡിസ്യൂസ് ആയി.